ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വാൽപ്പാറയിലേക്കാട്ടോ. അപ്പോൾ പാലക്കാട് പൊള്ളാച്ചി വഴി അങ്ങനെയായിട്ട് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. പാലക്കാട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നെൽപ്പാടങ്ങളെ കൊണ്ട് സമൃദ്ധമായിട്ടുള്ളൊരു നാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഞങ്ങൾ അങ്ങനെ പാലക്കാടിലൂടെ ഇങ്ങനെ പോവാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പൊള്ളാച്ചിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു തെങ്ങിൻ തോപ്പിൻ്റെ സൈഡിൽ കുറച്ചൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, കാണാൻ തന്നെ ഒരു അടിപൊളി കേട്ടോ. കുറേ നേരം നമുക്ക് അങ്ങനെ നോക്കി നിൽക്കാൻ അങ്ങനെ തോന്നും കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അതെനിക്ക് കാണാൻ കഴിഞ്ഞത്, നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഇവിടെ തുമ്പി പോലത്തെ ബൈക്കുകളില്ലേ, അപ്പോൾ അതാണ് ഇവിടെ അവർ ഫാമിലി എല്ലാവരും, അച്ഛൻ, അമ്മ, മക്കൾ, അങ്ങനെ എല്ലാവരും അതിൽ പോകുന്നത് കാണാൻ പറ്റും. വളരെയൊരു കാണാൻ തന്നെ വളരെ അധികം ഭംഗിയാട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ പുല്ലൊക്കെ വെട്ടിയിട്ട് ഒരുപാട് പുല്ല് അതിലൊക്കെ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകണേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയാട്ടോ കാണാൻ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ആലിയ ഡാമിലേക്കാട്ടോ. അപ്പോൾ ആലിയ ഡാം കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ, ഒരു ഉച്ചയാവുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഡാമിൻ്റെയൊക്കെ ആ ഭാഗത്ത് നമുക്കൊരു ഉദ്യാനം ഉണ്ട്. അപ്പോൾ ആ ഒരു ഉദ്യാനമൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഡാമിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. ഈ ഒരു സമയം ആയതുകൊണ്ടാണ് ഇത്ര വെയിൽ. കുറച്ചും കൂടിയൊക്കെ ഒരു ഈവനിങ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊക്കെ പോയിട്ടൊന്ന് ആസ്വദിക്കാമായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സ്റ്റെപ്സാണ് നമുക്ക് കയറാനുള്ളത്. നമുക്ക് അങ്ങനെ മുകളിലെത്തണം. വെള്ളം നോക്കിക്ക, നല്ല ഭംഗിയില്ലേ. അങ്ങനെ നമ്മൾ ആക്കേണ്ട സ്റ്റെപ്പുകളെല്ലാം കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ എത്തിയിട്ടുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഡാമിൽ വെള്ളം കുറവാണെന്നാണ് കണ്ടപ്പോൾ തോന്നിയിട്ടോ. കാരണം പ്രത്യേകിച്ച് മഴക്കാലമൊന്നും അല്ലല്ലോ, അപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. കണ്ടപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾ മേലെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ, കാരണം ചൂട് സഹിക്കാൻ പറ്റിയിരുന്നില്ല. എത്ര രൂപയാ? 30, 20. ഇത് 20, ഇതെല്ലാം 30. മാംഗോ ഒരു മുളക് അതില് മുളക് ഒന്ന് മതി. ഇത് എടുക്കുമോ? അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 42 ഹെയർ പിന്നുള്ള വാൽപ്പാറ കയറാനുള്ള പാസിന് വേണ്ടി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കേട്ടോ നമ്മൾ വാൽപ്പാറ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ടൈഗർ ലാൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൺ അടിക്കരുത്, അതുപോലെ തന്നെ പതുക്കെ പോകാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ഒരു ചുരം കയറുമ്പോഴാട്ടോ ഈ ഒരു ആലിയ ഡാമിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇത് നമ്മളെ കണ്ട ഡാം. ചാടിയാണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ഇവിടെ മങ്കി ഫാൾസ് ഉണ്ട്, ഒരു വാട്ടർ ഫാൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയാട്ടോ കാണാൻ. ഒരുപാട് ആൾക്കാർ അവിടെ കളിക്കും, അതുപോലെ തന്നെ കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിർത്തണില്ല, നിൽക്കാൻ അറിയുന്ന കുറച്ച് ആൾക്കാർ ഇതായിരിക്കും ഇവിടെ.
ഇതാണ് പറഞ്ഞ സ്ഥലം. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും ചുരം കയറാൻ തുടങ്ങി കേട്ടോ. ചുരത്തത്തെ കൂടെ ആദ്യമായിട്ടുള്ള കാർ ഡ്രൈവിംഗ് പേടിപ്പിക്കലൊക്കെ എന്താണ് ഞാൻ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞോളൂ. അതിന്റെ പേടി. ഞാൻ അവിടെ കയറി കൊണ്ടുപോയി കുറ്റിച്ചടിച്ചു പോകാം. കുതിച്ചടിച്ചിട്ടില്ല. ഇത് ചുരത്തിൻ്റെ മേലെ നിന്നുള്ള ആലിയ ഡാമിൻ്റെ വ്യൂ ആട്ടോ. ഇനിയും നമ്മൾ ഒരുപാട് കയറാനുണ്ട്. അപ്പം നമ്മൾ കുറച്ച് എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ നിൽക്കുമ്പോൾ താഴത്തുനിന്ന് വണ്ടികൾ വരുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ മേലെക്കൂടി ചുരത്തിൻ്റെ മേലെക്കൂടി വണ്ടികളും പോകുന്നതും കാണാൻ പറ്റും. അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്കൊന്ന് വണ്ടിയിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ഇറങ്ങാം. ഇനി നമ്മൾ കയറാണ്ട് ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അവിടെ തന്നെ നോക്കി നിൽക്കാൻ തോന്നും കേട്ടോ. കാരണം അത്ര ഭംഗിയാണ് കാണാൻ. അത്രക്ക് പറഞ്ഞാൽ അവിടെ ശരിക്കും എല്ലാവരും ഇത് പോവുക തന്നെ വേണം. അത്രക്ക് ഭംഗിയാണ് കാണാൻ. പക്ഷേ കാടായതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെ നമ്മൾ ചുരമൊക്കെ കയറി വാൽപ്പാറയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും തേയിലത്തോട്ടങ്ങളെ കൊണ്ട് സമൃദ്ധമായ ഒരു നാട് തന്നെ കേട്ടോ വാൽപ്പാറ. ശരിക്കും എല്ലാവരും എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. അത്രക്കും നമ്മൾ ഭൂമിയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് എന്ന് തന്നെ നമ്മൾ എന്താണ് വിചാരിച്ചു. അത്രക്ക് ഭംഗിയാട്ടോ കാണാൻ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. പിന്നെ ഇവിടെ എത്തി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറ്റിയൊരു അമ്മ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡിൽ കൂടി റോഡ് സൈഡിൽ കൂടി ഈ തേനി വിളിക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിൽ നിന്ന് ഞങ്ങൾ അവിടെ ഞങ്ങൾ 2 ബോട്ടിൽ തേൻ വാങ്ങിച്ചിരുന്നു കേട്ടോ. ആദ്യം ഒരു ബോട്ടിലായിരുന്നു, പിന്നെ അവരുടെയൊക്കെ സംസാരം കേട്ടപ്പോൾ ഒരു ബോട്ടിലും കൂടി എക്സ്ട്രാ വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി പറയാനുള്ളത് വെച്ചാൽ ആ തേനി വീട്ടിൽ കൊടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞതോടുകൂടി ഏകദേശം ഒരു 1 or 2 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ റിയൽ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ശർക്കര ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് അതൊരു ശർക്കര തേനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ
അമളിയിലൊന്നും പോയി ചാടാതിരിക്കുക കേട്ടോ. ഞങ്ങൾക്ക് ക്യാഷ് പോയ പോലെ നിങ്ങൾക്കാർക്കും പോവാതിരിക്കട്ടെ. അടിച്ചാട്ടാൻ വേണ്ടിട്ട് കോലും പിടിച്ചെടുക്കണം. അങ്ങനെ ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗിയെ കുറിച്ച് ഞങ്ങൾ പറയായിരുന്നു കേട്ടോ. വാഗമണ് പോയിട്ടോട് ഞാൻ അങ്ങനെ കണ്ടില്ല. വാഗമണ് പോയിട്ടോട് ഞാൻ ഇങ്ങനെ കണ്ടില്ല. ഇത് എന്തൊക്കെ ഇവരിങ്ങനെ എല്ലാം തേയിലത്തോട്ടം കഴിച്ചിട്ട് ഇനി നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഷോളയാർ ഡാമിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഷട്ടറൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മളിനി പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും നമുക്ക് സെയിം ആ ഒരു തേനീച്ചനെയും അതുപോലെ തന്നെ തേനും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇതിലൊന്നും പോയി ചാടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പാത്രം കൂട്ടി വെച്ചിരിക്കുന്നു. ബോട്ട് അപ്പുറത്തതാ. അപ്പോൾ ഈ ഒരു ഷോളയാർ ഡാമിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കേട്ടോ. ഈ ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നേരെ ഡാമും നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ കേട്ടോ. ഇതാട്ടോ ആ ഒരു ഡാമിൻ്റെ ഷട്ടർ വരുന്നത്. ഇത് ഓപ്പൺ അല്ല. അങ്ങനെ നമ്മൾ മലക്കപ്പാറ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മലക്കപ്പാറ എത്തി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ചെന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ തിരിച്ചു അവിടുന്ന് പാസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ കാട്ടിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങാൻ പോകുന്ന ആതിരപ്പള്ളിയിലേക്കാണ് കേട്ടോ. കേരളത്തിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ റോഡ് നല്ല മോശമായിരുന്നു കേട്ടോ. കാരണം അത്രയും നമ്മൾ നല്ലൊരു റോഡിലൂടെ വന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും നല്ല അടിപൊളി റോഡായിരുന്നു. അപ്പോൾ ആ റോഡിൽ നമ്മൾ കേരളത്തിലെ റോഡിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ ഇനി ഈ ഒരു റോഡ് നേരാക്കിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇത് ഞങ്ങൾ കുറച്ച് മുന്നേ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര ശോകമായിരുന്നു റോഡിൻ്റെ അവസ്ഥ തന്നെ. എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡുകളൊക്കെ നേരാക്കട്ടെ. കാരണം ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇതിനെ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ റോഡ് ഇങ്ങനെ ആകുമ്പോൾ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്.
ഡാമിൽ നിന്ന് വെള്ളം കൊണ്ട് പോകുന്ന പൈപ്പാട്ടത്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ എഴുതി വെച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഇത്ര ഭംഗിയിൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങരുത്, അതുപോലെ തന്നെ മൃഗങ്ങൾക്കൊന്നും ഭക്ഷണം കൊടുക്കരുത്, ഫീഡ് ചെയ്യരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല സ്ഥലങ്ങളിൽ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ കേട്ടോ, ഇവിടെ നമുക്ക് ഒരാൾ ഒഴിഞ്ഞിരിക്കുന്നത് നമുക്ക് അയാളെ കാണാം. അപ്പോൾ ഈ ഒരാളെ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കാത്ത ആൾക്കാരോട് ഇത് മ്ലാവാണ്, അവൻ ഭക്ഷണത്തിന് എന്തിനോ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വാഴച്ചാൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ്. ഇപ്പോൾ മഴക്കാലത്ത് ഭയങ്കര ഭംഗിയെടുക്കണം, കാരണം നന്നായിട്ട് തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ പോയ സമയത്ത്. പിന്നെ ഞങ്ങളിത് കഴിഞ്ഞിട്ട് പോയത് ആതിരപ്പള്ളിയാണ്. പക്ഷെ ആതിരപ്പള്ളി 6 മണി വരെ ഉണ്ടാവുള്ളൂ. 6 മണി കഴിഞ്ഞത് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം വന്നിട്ട് ഇനി നേരെ പോകുന്നത് ശോഭ സിറ്റി മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു യാത്ര പിന്നീട് വീട്ടിലേക്ക് തിരിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.